ലബോറട്ടറി ഹസാർഡ്സ് 4 തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ഹസാർഡ്സ് എന്താണെന്നാണ്. ഫിസിക്കൽ ഹസാർഡ്സ് എന്താണെന്നും അതിൻ്റെ പ്രിക്കോഷൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫിസിക്കൽ ഹസാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ഹസാർഡിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഹസാർഡ്സ് ആർ നോൺ കെമിക്കൽ ഡേഞ്ചേഴ്സ്, അതായത് കെമിക്കൽസ് മൂലം അല്ലാതെ ഉണ്ടാകുന്ന ഹസാർഡ്സുകളാണ് ഫിസിക്കൽ ഹസാർഡ്സ്, ഇൻക്ലൂഡിങ് സ്ലിപ്സ് ആൻഡ് ട്രിപ്സ്. നമ്മൾ ലബോറട്ടറിയിൽ എവിടെയെങ്കിലും തെന്നി വീഴുകയോ ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറികളോ ലൗഡായിട്ടുള്ള നോയ്സ് മൂലം ഉണ്ടാകുന്ന ഡാമേജുകളോ ഒക്കെയാണ് നമ്മൾ ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതാണ് ഫിസിക്കൽ ഹസാർഡിൻ്റെ എക്സാമ്പിൾ. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ലിപ്പ്, ട്രിപ്സ് ആൻഡ് ഫാൾസ്. നമ്മൾ എന്തെങ്കിലും ഒരു വെറ്റ് ഫ്ലോറിൽ ലബോറട്ടറിയിൽ തെന്നി വീഴുകയോ അല്ലെങ്കിൽ നമ്മുടെ ലാബോറട്ടറിയിലുള്ള എന്തെങ്കിലും ലിക്വിഡ്സ് ഫ്ലോറിൽ വീണ് കിടക്കുന്നത് മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും തെന്നി വീഴുന്ന സൈസ് അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഫിസിക്കൽ ഹസാർഡിൻ്റെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫയർ ആൻഡ് ഹീറ്റ് ആണ്. അതായത് ഹീറ്റ് സോഴ്സ് ലൈക്ക് ബേൺസ് ഓർ ഹോട്ട് പ്ലേറ്റ്സ് ക്യാൻ കോസ് ബേൺസ് ഓർ ഈവൻ സ്റ്റാർട്ട് ഫയേഴ്സ്. ലബോറട്ടറിയിൽ നിന്നും പൊള്ളൽ മൂലം ഉണ്ടാകുന്ന ഫയറോ ഹീറ്റോ മൂലം ഉണ്ടാകുന്ന പൊള്ളലുകൾ ആണ് രണ്ടാമത്തെ ഫിസിക്കൽ ഹസാർഡിന് എക്സാമ്പിൾ. അതായത് നമ്മൾ കൾച്ചറൊക്കെ ചെയ്യുമ്പോൾ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് എന്തെങ്കിലും പൊള്ളൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള എന്തെങ്കിലും പൊള്ളലുകൾ ഉണ്ടാവുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതും ഒരു ഫിസിക്കൽ ഹസാർഡായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. അതാണ് രണ്ടാമത്തെ ഫിസിക്കൽ ഹസാർഡിന് എക്സാമ്പിൾ, ഫയർ ആൻഡ് ഹീറ്റ്. ഫിസിക്കൽ ഹസാർഡ് ഡ്യൂ ടു ഫയർ ആൻഡ് ഹീറ്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷാർപ്പ് ഒബ്ജക്റ്റ് മൂലം ഉണ്ടാകുന്ന ഹസാർഡ്സ് ആണ്. അതായത് ഗ്ലാസ് വെയേഴ്സ്, ബ്ലേഡ്സ് ആൻഡ് മെറ്റൽ ടൂൾസ്. നമുക്ക് തന്നെ അറിയാം ലബോറട്ടറിയിൽ ഒത്തിരി ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിളാണ് നീഡിൽ. അങ്ങനെ ഷാർപ്പ് ഒബ്ജക്റ്റ് വഴി നമുക്കുണ്ടാകുന്ന മുറിവുകളോ അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ അതിനെയൊക്കെയാണ് നമ്മൾ മൂന്നാമത്തെ ഹസാർഡ്സിൻ്റെ കൂടെ കൂട്ടുന്നത്. നാലാമത്തെ പോയിന്റാണ് നോയ്സ് മൂലവും ലബോറട്ടറിയിൽ ഹസാർഡ്സുകൾ സംഭവിക്കും. ഇത് നമ്മൾ കോമൺ ആയിട്ട് പറയാറില്ല, എങ്കിലും ഇങ്ങനെ ഒരു നോയ്സ് മൂലമുള്ള ഹസാർഡ്സും ഉണ്ട്. നമ്മൾ സെൻട്രിഫ്യൂജ് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പം അതുമൂലം ഓവർ സൗണ്ട് ഉണ്ടാകുന്നതും അതുമൂലം ഉണ്ടാകുന്ന ഹസാർഡ്സുകളുമാണ് നോയ്സിൽ വരുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ഹസാർഡിന് വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ കുറച്ച് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ലബോറട്ടറിയിൽ എപ്പോഴും നമ്മൾ ഗ്ലൗസും മാസ്കും യൂസ് ചെയ്യുക. പിന്നെ ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ഉള്ള ഗ്ലൗസുകൾ യൂസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിനെതിരെ ചെയ്യാൻ വേണ്ടി പറ്റിയത്. പിന്നെ ബ്രോക്കൺ ഗ്ലാസ് വെയേഴ്സ് കൂടുതൽ നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിസിക്കൽ ഹസാർഡ്സ് ഒരു പരിധി വരെ ഒഴിവാക്കാം.